ഇത് മനസ്സിലായോ? കുട്ടിക്ക് ജലദോഷം വന്നു കഴിഞ്ഞാൽ എന്തോ റിസ്ക് കൊടുക്കാൻ പോകുന്നതാണ്. കുട്ടിക്ക് ജലദോഷം വന്നു കഴിഞ്ഞാല് മപ്പി എന്ന് പറഞ്ഞാൽ ചിമിട്ടിന് കുമ്പത്തം വന്നാലും മപ്പിയും കൊടുക്കാവുള്ളി. കുട്ടിക്ക് ജലദോഷം വന്നു കഴിഞ്ഞാൽ ബ്രെഡ് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. രസകരമായ ഒരു സംഭവം എന്ന് പറയുന്നത്, നമ്മുടെ ജാനുവരത്തിന്റെ വീട്ടിൽ കല്യാണം നടക്കുന്ന സമയത്ത് ജാനുവരത്തിന്റെ വടകര ഭാഷയുടെ പഴയ ഒരു ഭാഷയാണ് പറയുന്നത്. ജാനുവരത്തിന്റെ വീട്ടിൽ കല്യാണം നടക്കുന്ന സമയത്ത് അവിടുത്തെ പാചകക്കാരൻ പൊക്കൻ എന്ന് പറയുന്ന ആളാണ്. പൊക്കന് ഒരു വൈകുന്നേരം 8 മണിയായപ്പോ ഒരു സംശയം, ചോറ് എത്തുവോ ഇല്ലയോ, ഭക്ഷണം എത്തുവോ ഇല്ലയോ എന്നുള്ളത്. അത് വന്ന് ജാനുവരത്തിനോട് പറയുന്ന സമയത്ത് ജാനുവരത്തി പറയുന്നുണ്ട്, പൊക്ക പിന്നെ 50 അരി വേട്ടെ ഒക്കെ പൊക്കെ പിന്നെയും പൊക്കാൻ 50 അരി വേണ്ടോട്ടെ, അഥവാ എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും പൊക്കാന്നാണ് പറയുന്നത്. അക്കെ പൊക്കെ പിന്നെയും പൊക്കാൻ ഒരു തമാശ പറയാൻ ഒരു സാറിപ്പോ മജിസ്ട്രേറ്റിനെ ആദ്യം ജാനുവരത്തി സംസാരിക്കുന്ന സമയത്ത് അല്ല സീട്ടന്നാരെ നമ്മളെ ആ കുത്തിരിക്കുന്ന മജിസ്ട്രേറ്റ് അല്ലേ എന്നെ? എനിക്കെപ്പോ സങ്കട മജിസ്ട്രേറ്റിനെ കാണുമ്പോ. കാരണം പിന്നെ കേളപ്പാട്ടിനും പിന്നെ മജിസ്ട്രേറ്റ് ആണ്ടതേനും കള്ളും കുടിച്ച് കള്ളും കുടിച്ച് നടന്നതാ പറ്റിയേ. മറ്റേ എനിക്ക് മജിസ്ട്രേറ്റ് ആണ്ടതാ കേളപ്പാട്ട്. അല്ല മജിസ്ട്രേറ്റ് ആവാൻ അത്ര വിദ്യാഭ്യാസം ഒന്നും വേണ്ട. ഞാൻ കോടതിയിൽ എഴുതിയ കണ്ടിന് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ്, 2ാം ക്ലാസ് മജിസ്ട്രേറ്റ്, മൂപ്പർക്ക് 4ാം ക്ലാസ് ഉണ്ടായിരുന്നു. സ്ഥലപ്പേരാണോ വീട്ടുപേരാണോ തറവാടാണോ? തറവാട്. ഓക്കെ, മനസ്സിലായി. എല്ലാ ചാനോ എന്തെന്നാ പാട്ടാങ്ങൾ ഇങ്ങനെ തൊണ്ട വിളക്കുന്നേ? ഇങ്ങനെ ആലോചിക്കുന്നത് ഞാനിങ്ങനെ നമ്മളെ ദാമ്പത്യത്തിനെ പറ്റിയിട്ടല്ലേ ഇങ്ങനെ ചിന്തിച്ചു നോക്കിയതാ. ചിന്തിച്ചിട്ട് എന്തെന്നാ എനിക്ക് മനസ്സിലായ? ചിന്തിച്ചിട്ട് എന്ത്, ഒരു ബുദ്ധിയുള്ള ആളും ഒരു ബുദ്ധിയില്ലാത്ത ആളും ഇങ്ങനെ ജീവിച്ച് ഇങ്ങനെ പോവാ. വേറെന്ത്? അല്ല, അതിലാരാ ബുദ്ധിയുള്ള? ബുദ്ധിയുള്ള ആള് നിങ്ങളും ബുദ്ധിയില്ലാത്ത ആള് ഞാനും. അതെങ്ങനെ എനിക്ക് മനസ്സിലായി? ബുദ്ധി ഉണ്ടെങ്കിൽ പണ്ടങ്ങാനങ്ങൾ ഇട്ടേച്ച് ഞാൻ പോവല്ലേ. ഞാനിങ്ങനെ കടിച്ചു തൂങ്ങിക്കിടക്കും. അലക്ക പറയാ നടന്ന്. അപ്പൊ ഇത് യൂട്യൂബിൽ ഇപ്പൊ എത്ര ലക്ഷം ആൾക്കാർ കാണുന്നുണ്ട്? 3 ലക്ഷം. പോയി കുഞ്ഞ എനക്കോരെ പാട്ടറിയാ പിയാ പിയ. പാട്ടാട് പോയി കുഞ്ഞ എനക്കോരെ പാട്ടറിയാ പിയാ പിയ. നേരവും പോയി പടിഞ്ഞാറോട്ട് ഞാനിന്നും ഓണം പടിഞ്ഞാറോട്ട്. നേരവും പോയി പടിഞ്ഞാറോട്ട് ഞാനിന്നും ഓണം പടിഞ്ഞാറോട്ട്. ഒരു തിരുവനന്തപുരത്തൊക്കെ കീഞ്ഞോന്ന് ചോദിക്കും. അപ്പൊ കംപ്ലീറ്റ് പോ കീഞ്ഞോന്ന് ചോദിച്ചാൽ ഇറങ്ങും. അത് വേറെ രീതിയിൽ അത് അർത്ഥം തന്നെ ഇരിക്കും. ബസ്സിലൊക്കെ എങ്ങനെ വെച്ചാൽ കിയാനുണ്ടോ കിയാനുണ്ടോന്ന് ചോദിച്ചാൽ ഇറങ്ങാനുണ്ടോ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ഉള്ളിന്ന് കേൾക്കാം കിയാണ്ട് കിയാ. ഇതൊക്കെ കേൾക്കുമ്പോ അറിയാത്ത ആൾക്ക് വലിയ. അതുപോലെ തന്നെ ഇപ്പൊ വീട്ടിൽ നിന്ന് എനിക്ക് ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് എന്റെ വടകരക്കാരനല്ലാത്ത ഒരാള് വീട്ടിൽ വന്നപ്പോ ഞങ്ങൾ ഇറങ്ങുമ്പോ, ഞാൻ സാധനങ്ങളെല്ലാം എടുത്തിറങ്ങുമ്പോ എന്റെ അനിയനോട് ഞാൻ ചോദിച്ചു, പേക്കാക്കിക്കോ. അപ്പൊ അവൻ പറഞ്ഞു പേക്കാക്കി. അപ്പൊ ഇവൻ പറഞ്ഞു, നിങ്ങളത് ഒരു പക്ഷികളുടെ ഭാഷ, പേക്കാക്കിക്കോ. അത് പാക്ക് ചെയ്തിട്ടുണ്ടോ? അപ്പൊ അവൻ പറഞ്ഞു പാക്ക് ചെയ്തിട്ടുണ്ട്. പേക്കാക്കിക്കോ. എത്ര സിമ്പിൾ ആയിട്ടാണ് ഞങ്ങൾ അതിനെ ചുരുക്കുന്ന ഭാഷ. അതുപോലെ കുറെ വാക്കുകൾ ഇപ്പം എന്താണ് കാലഹരണപ്പെട്ടു പോയതുപോലെ. ഇപ്പൊ കാസർഗോഡ് കുറച്ചൊക്കെ മനസ്സിലാവും. എല്ലാ നിങ്ങള് സിനിമയെല്ലാം അഭിനയിക്കുന്ന ആളല്ലേ? എല്ലാ ഞങ്ങളെ വടകര ഭാഷയിൽ നിങ്ങൾക്ക് തിരിയല്ലേ? നമുക്ക് തിരിയും. നിങ്ങൾക്ക് നിങ്ങൾ വടകരക്കാരനായിട്ട് അഭിനയിക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലേ? വടകരക്കാരനായിട്ട് അഭിനയിക്കും. ചെയ്യാനാവും അല്ലേ? അല്ല, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് എന്നോട് ലോക്യം പറഞ്ഞാലും നമുക്ക് അങ്ങോട്ട് കേളപ്പെട്ടതായിട്ട് പറയും അല്ലേ?
എല്ലാം ജാനുവോ നിങ്ങൾ എന്തെന്നാ കൊറേ നേരം വർത്താനം പറയുന്നവരോട് കണ്ടിക്കില്ല ഇതാരാന്ന് തിരിഞ്ഞിക്കെനിക്ക് ഞാൻ കണ്ടിന് മസ്കറ്റിന്റെ കാര്യം ഞാൻ ഓരോ വയസ്സായിട്ടിന്റെ കാര്യം പറഞ്ഞിക്കില്ലേ നോക്കി ജാനു അതെ നമുക്കറിയാം ജാനുവരി ജാനു എന്റെ ഭാര്യ ആയതുകൊണ്ട് പറയാൻ ജാനുവരി ചേട്ടൻ നല്ല പരിചയമാണ് പരിചയമാണ് അധികം പരിചയപ്പെടണ്ട കേട്ടോ അല്ല ഓക്കെ അങ്ങനെ കണ്ട പിന്നെ അങ്ങ് പരിചയപ്പെട്ടോളൂ ഓക്കെ ജാനു വേണ്ടേ പോവാ ആ രീതിയിലാണ് താങ്കൾക്ക് ഇതുമായിട്ട് ബന്ധമില്ലേ ജ്യോതിഷന്? അതെ അതെ ഞാൻ ഇതിന്റെ 2D ആനിമേഷൻ ചെയ്യുന്ന ഞാനാണ്. അതെ അപ്പൊ ഈ ജാനുവിന് ഇങ്ങനെ ക്യാരക്ടർ ആക്കാൻ കാര്യം എന്താ? ഇതല്ല ഞാൻ നിങ്ങള് സാക്ഷരതക്കെല്ലാം പോകുന്നുണ്ടെന്ന് പറയുന്ന കേട്ട് അല്ല മനെ ഇനി ഇതെല്ലാരോടും പറയുന്ന താച്ചരത്തൊക്കെല്ലാം പോകുന്നുണ്ട് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. അല്ല സാറേ താച്ചരത്ത് പോകാനൊരു കാരണം എന്റെ മൂത്ത മോയെ അശോകൻ ഗൾപ്പില ഓന്റെ ഓളുണ്ട് ഭാര്യ നാട്ടില്ല. ഈ അശോകൻ ഗൾപ്പിന്ന് ഫോണ് വിളിക്കും. ഫോണ് വിളിച്ചാ ഓളിത് കട്ടയില്ല എന്നും പറഞ്ഞ് കൊള്ളിന്റെ തമ്പത്ത് കീഞ്ഞു പോകും. ഇത് തീർത്തും കട്ടപ്പുരയില്ല. പിന്നെ ഓളം തിന്നാ കട്ടയില്ല എന്ന് പറയും. ഫോണിലുള്ള റേഞ്ചിനെ കൊണ്ടല്ലേ കട്ടാന്ന് പറയുന്നത്. റേഞ്ചിനെ കൊണ്ട് ആയിശരാ ഇവളിത് ഉള്ളിന്റെ അമ്പത്തിന് ഇങ്ങനെ കുച്ചു എന്ന് പറയുമ്പോ എന്നോട് ചേട് കൊടുത്തു. എന്നെ കൊണ്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒരു ദിവസം ചേട് കൊടുക്കുന്ന ഗിരിജ കണ്ട് അന്നേരം തന്നെ അശോകനെ വിളിച്ച് പറഞ്ഞ് പിന്നെ അമ്മേന്റെ ചേട്ടിനൊരു കുഴപ്പമില്ല ഊരേന്ന് പറയുന്നെല്ലാം പിടിച്ചെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ഫോണ് വിളിക്കണ്ട, ഫോണ് കൂടി മിസൈല് വിട്ടാ മതി. മെസ്സേജ് അതെ മെസ്സേജ് ഇപ്പം മെസ്സേജ് അയക്കല. മെസ്സേജ് കിട്ടിയ ഇവളെ വായിച്ചിട്ട് ഒരു തുള്ളിക്കളിയും മൂളിപ്പാട്ടുമല്ലോ. ഇതിന് മാത്രം തുള്ളുവർ എന്തെന്നാ അതിന്റെ ഉള്ളിലുള്ള അതറിയാൻ വേണ്ടിട്ടാ ഞാൻ താച്ചത്തേക്ക് പോകുന്നത്. എല്ലാം ഹിന്ദി പഠിപ്പിക്കുന്നുണ്ടാ? എന്റെ അമ്മ ഇന്ത്യന്റെ അക്ഷരം കണ്ടിട്ട് എനക്ക് നാണായിട്ട്. ഇന്ത്യന്റെ അക്ഷരം കണ്ടിരിഞ്ഞ് ആലുമ്മേല് കുപ്പായ ഡൗസറെല്ലാം അറിയിടൂലേ അതുപോലെ അവിടെ അക്ഷരം.